മാഷ ഹാപ്പി ക്രിസ്മസ്. യെസ്, ഹാപ്പി ക്രിസ്മസ്. രാവിലെ നമുക്ക് തുടങ്ങാം. മാഷെ, പോലീസുകാർ അനാശാസ്യമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുകയാണ്. അതായത് അനാശാസ്യ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുകാർ 2 പോലീസുകാരാണെന്നാണ് പറയുന്നത്. ട്രാഫിക് ASI രമേശനും പാലാരിവട്ട SI ബ്രിജേഷുമാണ് 2 പേർ. ഈ രമേശ് 9 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയെന്നാണ് പറയുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടവർ തന്നെ ഇത്തരത്തിൽ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ അവർക്കതിൽ പങ്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരെ നിയന്ത്രിക്കാനും നിയമങ്ങൾ അവരെ മേൽ അടിച്ചേൽപ്പിക്കാനും ഒക്കെ എന്ത് യോഗ്യതയാണ് ഇവിടുത്തെ പോലീസിനുള്ളത് എന്നുള്ളൊരു ചോദ്യം സാധാരണക്കാർ ചോദിച്ചാൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. ശരിയല്ലേ? ശരിയാണ്. നമ്മൾ സാധാരണ നമ്മളൊരു പ്രയോഗമുണ്ടല്ലേ, വേലി തന്നെ വിളവ് തന്നെയാണ്. നമ്മളുടെ പോലീസ് ഇപ്പോൾ അതിനുള്ള മാതൃകയായി മാറുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇതെല്ലാ പോലീസുകാരുടെയും ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ അവതരിപ്പിക്കാൻ പാടില്ല. കാരണം പോലീസിലുള്ള ചില പുഴുക്കുത്തുകളാണത്. അതിനെ പെറുക്കിക്കളയുക, അവരെ ജയിലിലടക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിൻ്റെ ജോലി. എനിക്ക് തോന്നുന്നു പോലീസ് തന്നെയാണ് ഇവരെ പിടികൂടിയത്. പോലീസ് ഇവരെ പിടിക്കുമ്പോൾ പോലീസിലുള്ള ചില നല്ല പോലീസുകാർ ഈ കാര്യങ്ങൾ ഒറ്റുകൊടുത്തിട്ടായിരിക്കണം ഇവർ പിടിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഇവരെ പിടിക്കാനുള്ള യാതൊരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. കൊച്ചിയിൽ അനാശാസ്യ കേന്ദ്രങ്ങൾ വളരെ കൂടുതലാണ്. പല ഘട്ടങ്ങളിലും പോലീസ് അവരെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കണ്ടിട്ടായിരിക്കാം പോലീസുകാരന് തന്നെ ഒരു ആഗ്രഹം തോന്നിക്കുകയാണ്, നമ്മളെന്തിനാ ഇവരെ പിടിക്കാൻ നടക്കണം, നമുക്കൊരെണ്ണം അങ്ങ് തുടങ്ങിക്കളയാം എന്ന് കരുതി ഇവർ തുടങ്ങുകയും പണമുണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ധാരാളം പണമുണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് ഈ അനാശാസ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കിയിട്ട് പോലീസ് അതിനെ നിയന്ത്രിക്കുന്നതിന് പകരം പോലീസ് തന്നെ അത് നടത്തി അതിൻ്റെ ലാഭം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിത്തീരുന്നു. എന്ത് മനോനിലയാണ്? പിണറായി വിജയൻ്റെ ഭാഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് മനോനിലയാണ്? പോലീസിന് ഇങ്ങനെ എങ്ങനെ തോന്നി? പിണറായി എന്ന് പറയുന്ന ഇങ്ങനെ കരുത്തനായിട്ടുള്ള ഇരട്ടച്ചങ്കനായ ഒരാൾ പോലീസ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോലീസുകാർ ഇങ്ങനെയുള്ള അനാശാസ്യ പരിപാടികളിൽ ഏർപ്പെടുന്നത് എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് എന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ പലപ്പോഴും പിണറായിയുടെ പ്രയോഗം എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ്. പക്ഷേ ഈ അനാശാസ്യം കാണിക്കുന്ന പോലീസുകാർ നടത്തിയ പ്രവർത്തനം രക്ഷാപ്രവർത്തനമാണെന്നോ അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം കാശുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടവേള പ്രവർത്തനമാണെന്നൊക്കെ അദ്ദേഹം പറയും എന്ന് നമ്മൾ കണക്കാക്കുന്നില്ല. കാരണം ഇക്കാര്യത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു പ്രതികരണമായിരിക്കണം പിണറായി വിജയൻ്റെ ഭാഗത്തുണ്ടാകേണ്ടത് എന്നാണ് നമ്മൾ കരുതുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ഇത് ചെയ്തിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ പറയുന്നത് പോലെ അത് രക്ഷാപ്രവർത്തനമാണ് എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ഇതിലങ്ങനെ ആയിരിക്കില്ല. കടുത്ത നിലപാടുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പോലീസിന് മുഴുവനും ചീഞ്ഞ് നാറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതാണോ പോലീസ് എന്ന് ചോദിക്കും. പല സ്ഥലത്തും പോലീസുകാർ നിൽക്കുമ്പോൾ അവരോട് ചോദിക്കും, ചേട്ടാ എവിടെയാണ് അനാശാസ്യം നടക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള സ്ഥലം എവിടെ ഒഴിക്കാക്കണമെന്ന് ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ നല്ല പോലീസുകാർക്ക് തന്നെ വലിയ അവമാനമായിരിക്കും. അതുകൊണ്ട് പോലീസ് തന്നെ ഇതിനെ ശക്തമായിട്ട് നേരിടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം സംഭവിക്കേണ്ടത്. ഈ പോലീസുകാരുടെ ഇത്തരം നടപടികൾ അത് ഗൗരവമായി കാണേണ്ടതല്ലേ? പ്രത്യേകിച്ച് പോലീസിൽ ആണ് ഏറ്റവും കൂടുതൽ ഗുണ്ടകളുള്ളത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കാരണം പോലീസ് ആയതുകൊണ്ട് എന്തും കാണിക്കാം, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആളില്ല എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ധാർഷ്ട്യം ഇപ്പോഴത്തെ പോലീസുകാർക്കുണ്ട് എന്നുള്ളത്. എല്ലാവർക്കുമല്ല, മാഷ് പറഞ്ഞതുപോലെ നല്ലവരായ ഒരുപാട് പോലീസുകാർ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിനിടയിൽ ചില പുഴിക്കുത്തുകളുണ്ട്. പോലീസ് സേനയെ തന്നെ ഇല്ലാതാക്കുന്ന, എനിക്ക് തോന്നുന്നു ലോകത്തെ തന്നെ ഏറ്റവും നല്ല പോലീസ് സേന അല്ലേ, ലോകത്തെന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് സേന കേരളത്തിലേതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അത്തരം ഒരു പേര് നമുക്കുള്ളപ്പോഴും ചിലർ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത്തരം ഇപ്പോൾ ഈ അനാശാസ്യ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ഇതിലിനി എത്ര പേരുണ്ട്? ഇപ്പോൾ പുറത്തു വന്ന 2 പേരുടെ പേരുകൾ മാത്രമാണ്. ഇനി മറ്റെവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ പോലീസുകാർ ഏർപ്പെട്ടിട്ടുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇനി ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരെങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല, പോലീസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് സംരക്ഷണം നൽകുന്ന, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ്റെ സ്വത്തിനും അതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനുമൊക്കെ സംരക്ഷണം നൽകുന്ന ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ ആയിരിക്കണം അവർ. നമുക്ക് അവർക്ക് ശമ്പളം കൊടുക്കാൻ നമുക്ക് ആഗ്രഹവും താല്പര്യമൊക്കെ തോന്നുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മളുടെ സംരക്ഷണ കവചമാണ് എന്നതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനകത്തും ഈ
കള്ളനാണയങ്ങൾ കയറിക്കൂടും എന്നുള്ളതാണ്. എല്ലാ മേഖലയിലും അത് സംഭവിക്കുന്നുണ്ട്. പോലീസിൽ അത് വരുമ്പോൾ അത് മറ്റേത് മേഖലയിൽ സംഭവിക്കുന്നതിനേക്കാൾ വലിയ ദുരന്തമായി മാറും. നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുണ്ടകൾ, പോലീസിൻ്റെ ജോലിയാണ് ചെയ്യേണ്ടത്. പക്ഷേ പല സമയത്തും അവരങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാർ ചിലപ്പോൾ ഒരാൾ ഹെൽമെറ്റ് വെച്ച് വരുന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ അവിടെ നിന്നൊരു ഹെൽമെറ്റ് എടുത്ത് അവൻ്റെ തലക്കടിക്കുക. അപ്പോൾ എന്തെന്നാണ് അവൻ്റെ ഒരു മാനസിക പ്രവൃത്തി എന്ന് പറയുന്നത്? കേരളത്തിലെ പോലീസിലെ ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു നമ്മളുടെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ കൊണ്ടുവന്നൊരു സംഭവമായിരുന്നു. ആളുകളെല്ലാം അതിനെ നല്ല രീതിയിൽ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഇവർ ജനമൈത്രി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്ന പോലീസുകാർ വളരെ കുറവാണ്. മറ്റവർക്ക് മൈത്രിയൊന്നുമില്ല. അവർ അവരുടെ അധികാരവും ധാർഷ്ട്യം ഉപയോഗിച്ച് ആളുകളോട് മോശമായിട്ട് പെരുമാറും, മോശം ഭാഷ സംസാരിക്കും. പോലീസ് സ്റ്റേഷനിൽ പോകാൻ സാധാരണ ആളുകൾക്ക് ഭയമാണ്. കാരണം എന്ന് വെച്ചാൽ അവർ ചീത്ത പറയും, ചിലപ്പോൾ ഇടിക്കും. അതായത് നമ്മൾ കേസ് കൊടുക്കാനായിട്ട് ആവലാതിക്കാരനായിരിക്കായിട്ടാണ് ചെല്ലുന്നത്, പക്ഷേ അവൻ നമ്മളെ പിടിച്ച് ഇടിച്ച് പ്രതിയാക്കി കളയും. അപ്പോൾ അങ്ങനത്തെ ക്രിമിനലുകൾ പോലീസിനകത്തുണ്ട്. എന്നൊക്കെ കാക്കിക്കകത്ത് ക്രിമിനലുകളുണ്ട്, കാക്കിക്കകത്ത് അതേപോലെ തന്നെ അബദ്ധസഞ്ചാരികളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അനാശാസ്യത്തിന് അവരിൽ ചിലർ പിടിക്കപ്പെട്ടിരിക്കുന്നത്. എത്ര പേരുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ സമൂഹവും അതേപോലെ തന്നെ സർക്കാരും കാണേണ്ടതാണ്. കാരണം അതൊക്കെ തകർന്നു പോകുമ്പോൾ നമ്മുടെ ഒരു നിയമപാലന സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയാണ് തകർന്നത്. ഒരാളായിരിക്കും രണ്ടാളായിരിക്കും അത് ചെയ്യുന്നത്, പക്ഷേ അങ്ങനെയല്ല എല്ലാവരും പിന്നീട് അതിനെ കാണാനായിട്ട് തുടങ്ങുന്നത്. ഒരാളും രണ്ടാളും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീട് എന്തുകൊണ്ട് 10 ആൾക്കായിക്കൂടാ എന്നുള്ള ചിന്ത വരും. എന്നുവെച്ചാൽ പലരും ഇങ്ങനത്തെ ആളുകളാണ് എന്ന് കരുതുന്ന തരത്തിലേക്ക് വേണമെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ പൊതു അഭിപ്രായം മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കർശനമായിട്ട് നുള്ളിക്കളയാനായിട്ട് അധികാരികൾ തീരുമാനിച്ചാൽ പക്ഷേ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. ഇവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കുകയും മറ്റൊരാളും അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് പോകില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഇവരിൽ തന്നെ നമുക്കിപ്പോൾ പോലീസുകാരുടെ ഇവരുടെ ഈ ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഇവർ ഈ പിന്നെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുന്നുള്ള കഠിനമായ ട്രെയിനിങ്ങും ഒക്കെയാണ്. പിന്നെ ലീവ് പോലുമില്ലാത്ത ജോലി ഭാരങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ 24 മണിക്കൂറും ജോലി ചെയ്യേണ്ടവരായി മാറുന്ന പോലീസുകാർ, ഇപ്പം ഇവർ പറയുന്നത് മാനസികമായി ഇവർ പലപ്പോഴും ഓക്കെ അല്ല. അങ്ങനെ വരുമ്പോഴാണ് പല തെറ്റുകളിലേക്കും പോലീസുകാർ പോകേണ്ടി വരുന്നത്. കാരണം ഡബിൾ ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്നു. മറ്റ് സാധാരണക്കാർക്കുള്ള ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കുള്ള ലീവുകളോ പിന്നെ ആഘോഷങ്ങളോ ഒന്നും ഇവർക്ക് പലപ്പോഴും കുടുംബത്തോടൊപ്പം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ കൈക്കൂലി എന്ന് പറയുന്നത് ഇവരുടെ മേഖലയിൽ വളരെ വലിയൊരു കാര്യമായി മാറിയിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും പോലീസുകാർ മനുഷ്യരാണ് എന്ന് തിരിച്ചറിയേണ്ട ഒരു നിലയും കൂടി വരണ്ടേ ഭരിക്കുന്ന അല്ലെങ്കിൽ പോലീസ് മന്ത്രിയായിരിക്കുന്നവർക്ക്? അല്ല, ഭരണകൂടം എപ്പോഴും അവരുടെ മെഷീനറികളെ ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നതായിട്ടുള്ള മനുഷ്യരുടെ മാനസികാരോഗ്യത്തിന് കാര്യമായിട്ടുള്ള ശ്രദ്ധ നൽകേണ്ടതാണ്. കാരണം ഇവരുടെ മാനസികാരോഗ്യം നല്ലതല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ പലതരത്തിലുള്ള വൈകല്യ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അതുകൊണ്ട് അനാശാസ്യ പ്രവർത്തനത്തിന് അതൊരു ന്യായീകരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനെ നമുക്ക് അംഗീകരിക്കാനും കഴിയുന്നതല്ല. അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ദേഷ്യത്തോട് ചിലപ്പോൾ പെരുമാറുക, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാക്കുക, അങ്ങനെ മാനസിക വിഭ്രാന്തികൾ പ്രകടിപ്പിക്കുന്നത് അവരുടെ മാനസികാരോഗ്യത്തിൻ്റെ തകരാറാണെന്ന് കണക്കാകും. പക്ഷേ അനാശാസ്യ പ്രവർത്തനം നടത്തുന്നത് അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ബോധപൂർവമായിട്ട് അവർക്കുള്ള അധികാരം ഉപയോഗിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയും അതൊരു ബിസിനസ്സാക്കി മാറ്റുകയും അതിലൂടെ പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. അവിടെ പണം ഉണ്ടാക്കലല്ല പ്രശ്നം. പണമുണ്ടാക്കാനുള്ള പല മാർഗ്ഗങ്ങളുണ്ട്. എല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് സമൂഹം നമ്മളോട് പറയുന്നത്. നമുക്കൊരു മൊറാലിറ്റി, ഒരു ധാർമ്മികത സ്വാഭാവികമായിട്ടും സമൂഹത്തിനുണ്ട്. അത് നിലനിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് മാത്രമാണ് പ്രോത്സാഹനമുള്ള. അല്ലാത്ത ബിസിനസ്സുകൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ വ്യാപകമായിട്ട് വേശ്യാലയങ്ങൾ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്? ഇപ്പോൾ ഇന്ത്യയിലെ ചില പ്രമുഖമായിട്ടുള്ള പട്ടണങ്ങളിലൊക്കെ റെഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്, ശരിയാണ്. പക്ഷേ ഇവിടെ വേണ്ട, ഇവിടെ എൻ്റെ ആവശ്യമില്ല എന്ന് കേരളം പൊതുവായിട്ട് തീരുമാനമെടുക്കുകയും കേരളത്തിലെ ആളുകളെ പൊതുവെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട്, ഇതൊക്കെ ഒരു മാനസിക വിക്രിയകളുടെ ഭാഗമാണല്ലോ. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ആരോഗ്യം എന്നതിനൊക്കെയാണ് വിശേഷിപ്പിക്കപ്പെടാം, അല്ലെങ്കിൽ സംസ്കാരം എന്ന് വിശേഷിക്കാം. അതൊക്കെ വികസിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ നമ്മളുടെ ഈ ലൈംഗികമായിട്ട്
തോന്നുന്ന ചേഷ്ടകളും വികാരങ്ങളുമൊക്കെ നിയന്ത്രിച്ച് മനുഷ്യനെ സംസ്കാരിച്ചതിനായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ പോലീസിലേക്ക് അവർ എടുക്കപ്പെടുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് കടുത്ത സമ്മർദ്ദങ്ങളെ നേരിടാനായിട്ടുള്ള കഴിവുള്ള ഒന്നാണ്. എന്നുവെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു സർവൈവൽ ലൈഫ് എന്ന് പറയുന്നത് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് കഴിയും. ഈ സർവൈവൽ ലൈഫ് സ്റ്റൈൽ അതിൻ്റെ പാഠങ്ങളെല്ലാം അവരെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഘട്ടത്തിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അവർ ഭയമില്ലാത്ത ആളുകളായിട്ട് മാറിത്തീരുന്നുണ്ട്. മറ്റ് മനുഷ്യരോട് വലിയ തരത്തിൽ അവരബോധമുള്ള ആളുകളായി മാറിത്തീരേണ്ടതുണ്ട്. സ്നേഹവായ്പുള്ളവരായുണ്ട്, സഹായഹസ്തങ്ങൾ നീട്ടാൻ കഴിയുന്നവരാ, അങ്ങനെ പല രീതിയിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, രൂപപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് അവരെല്ലാം അങ്ങനെ എല്ലാവരും ആയിത്തീരുന്നില്ല എന്നുള്ളതാണ്. കുറച്ച് ആളുകളെങ്കിലും ഇങ്ങനെ മോശമായിട്ടുള്ള ആളുകൾ ഗുണ്ടകളായിട്ട് കൊട്ടേഷൻ ടൈപ്പ് കക്ഷികളായിട്ട് മാറുന്നു, അനാശാസ്യത്തിന് കാവൽ നിൽക്കുന്നവരായിത്തീരുന്നു, അനാശാസ്യത്തിന് നടത്തിപ്പുകാരായിത്തീരുന്നു, കങ്കാണികളാവുന്നു. അങ്ങനെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഇതിൽ കുറേ പേര് മാറിത്തീരുന്നുണ്ട്. അത് ഗൗരവപൂർവ്വം സർക്കാർ സംവിധാനം പരിശോധിക്കുകയും തിരുത്തുകയും ചെയ്യണം.